ഹലോ ചക്കരകളെ, നോക്കിയേ പായ്ക്കെല്ലാം വലിഞ്ഞു ഉണ്ട്. ഇവിടെ എല്ലാം നന്നായിട്ട് ഉണങ്ങി. എൻ്റെ എൻ്റെ ഓയിലി സ്കിന്നുണ്ടെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഏരിയ അതുണ്ട്. ഇത്രയും ഭാഗത്താണ്, ഈ മൂക്കിൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്താണ് എൻ്റെ ഓയിലി സ്കിന്ന്. ബാക്കി ഡ്രൈ സ്കിന്നാണ്. കണ്ടോ, ഉണങ്ങണമെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പും ആ ഒരു പിഗ്മെൻറ്റും ഒക്കെ മാറി നല്ല രീതിയിലുള്ള മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ മിൽക്ക്. പൊടിപടലങ്ങളെല്ലാം മാറ്റി നല്ലൊരു ക്ലെൻസറായിട്ട് നമുക്ക് പാൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഹലോ ചക്കരകളെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ മുഖത്ത് കരിമംഗല്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നത് കൊണ്ടും ഡയറക്റ്റ് വെയിൽ കൊള്ളുന്നവരിലും പിന്നെ ഹോർമോണിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടും അമിതമായി മെഡിസിൻ എടുക്കുന്നവരിലും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കെമിക്കൽ അടങ്ങിയ ക്രീമുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരിലുമൊക്കെയാണ് ഈ ഒരു കരിമംഗല്യം ഉണ്ടാകുന്നത്. ആദ്യം ഒരു കറുത്തൊരു ടാൻ പോലെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, മുഖത്ത് കൂടുതലായിട്ട് ഈ നെറ്റിയിൽ, രണ്ട് കവളിൽ, താടിയിൽ, കൈകളിലും ഒക്കെ വരാറുണ്ട്. കൂടുതലായിട്ടും കാണുന്നത് ഫേസിലാണ്, രണ്ട് ഈ കവളിൻ്റെ സൈഡിലും. സ്ത്രീകൾക്ക് കൂടുതലായിട്ടും കവളിൻ്റെ സൈഡിലും നെറ്റിയിലും മൂക്കിലും ഒക്കെ കാണാറുണ്ടല്ലേ. കൂടാതെ നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നല്ല കുറവ് വരും. കൂടാതെ ഇരിക്കുകയും ചെയ്യും, വരാതെ ഇരിക്കുകയും ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ വീട്ടിലൊക്കെ, എന്തെങ്കിലും പൊടിക്കൈകൾ, മഞ്ഞളോ അതുപോലെ തന്നെ ലൈറ്റായിട്ട് മഞ്ഞളൊക്കെ ഒന്ന് അരച്ച് മുഖത്തിടുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും തക്കാളി നീരും അരച്ച് മിക്സ് ചെയ്ത് മുഖത്തിടുക. അതുപോലെ തന്നെ പല പല പായ്ക്കുകൾ, മുൾട്ടാണി മിട്ടി പായ്ക്ക്, ചന്ദനത്തിൻ്റെ പായ്ക്ക്, ഇങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ മാറിയൊക്കെ ഇടുവാണെങ്കിൽ നമുക്കിത് അങ്ങനെ വരത്തില്ല. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നല്ലതായിട്ട് ചന്ദനം, അതായത് രക്തചന്ദനമല്ല, നമ്മുടെ നാടൻ ചന്ദനപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങാടിക്കടയിൽ നെറ്റിയിലൊക്കെ തൊടുന്ന ചന്ദനമില്ലേ, അത് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നന്നായിട്ട് തക്കാളിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലിട്ടിട്ട് 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു സൺസ്ക്രീം, നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീമും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടുക, അതിനുശേഷം സൺസ്ക്രീം ഇടുക. എന്നിട്ട് മാത്രമേ പുറത്ത് പോകാവുള്ളൂ. തിരിച്ച് വന്നതിന് ശേഷം ഈ ഒരു ബാക്കി ഇരിക്കുന്ന കൂട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് ഇരിക്കുക, പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഈ ഒരു സൺടാനൊക്കെ മാറി നമ്മുടെ ഈ ഒരു എന്താ പറയുക, കരിമംഗല്യമൊക്കെ വരാതിരിക്കാനായിട്ട് ഒത്തിരി സഹായിക്കും. അതുപോലെ ഒരുപാട് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ ഈ ഒരു സമയത്ത്, മെഡിസിൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് കരിമംഗല്യം കൂടുതൽ കാണാറുണ്ട്. പക്ഷേ മെഡിസിൻ നിർത്തി കഴിയുമ്പോഴത്തേനും അത് കുറഞ്ഞും കാണാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കുറയും. പിന്നെ ചിലവർക്ക് പൊതുവെ ഇത് വന്നതിന് ശേഷം താനേ കുറയുന്ന കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറയുക, ഹോർമോണിൻ്റെ ചില വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അത് ആ ഒരു നോർമൽ ആകുമ്പോഴത്തേനും അത് അങ്ങനെ കുറയാറുമുണ്ട്. ചിലവർക്കും അത് മാറത്തില്ല. അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനിയെങ്കിലും ഒരു 30+ കഴിഞ്ഞവരൊക്കെ ഈ ഒരു ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരിമംഗല്യം വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് നാച്ചുറൽ ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഞാൻ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. ഇപ്പോൾ നമ്മുടെ മുഖത്തെ കരിമംഗല്യവും പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒക്കെ മാറാനായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം എടുക്കേണ്ടത് നമ്മുടെ രക്തചന്ദനപ്പൊടിയാണ്. കലകളും പാടുകളും ഒക്കെ മാറി നമ്മുടെ ആ ഒരു മുഖം ബ്രൈറ്റ് ആവാനായിട്ടും നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ രക്തചന്ദനപ്പൊടി 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പ് കൊടുക്കാനായിട്ടും പാടും കലകളും ഒക്കെ മാറി സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക, ചന്ദനപ്പൊടി. അതായത് നല്ല നാടൻ ചന്ദനം, അതായത് നല്ല നമ്മുടെ നെറ്റിയിലൊക്കെ അരച്ച് വെക്കുന്ന ചന്ദനമില്ലേ, ആ ചന്ദനപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ, മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ മതിയേ. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട നാരങ്ങയുടെ നീരാണ്. നാരങ്ങയുടെ നീര് ഒത്തിരി ഒന്നും വേണ്ട, 2-3 തുള്ളി മാത്രം മതി. ഒരു 3-4 തുള്ളി, അല്ലെങ്കിൽ ഒന്ന് പിഴിയുന്ന ആ ഒരു ജ്യൂസ് മതി. ഇത്രയും മതി. ഇങ്ങനെ ഒന്ന് ഞെക്കി പിഴിയുന്ന ജ്യൂസ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി നീരാണ്. ഇനി തക്കാളി നീരിനകത്താണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. പൾപ്പും തക്കാളിയുടെ നീരും എല്ലാം കൂടെ ചേർക്കാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ഒരു കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ തക്കാളി നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്കവാറും ഒരു തക്കാളി വേണ്ടി വരും കേട്ടോ, നിങ്ങളത് നോക്കിയിട്ട് എടുക്കണേ.
അപ്പോൾ തക്കാളി നീരില്ലാതെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം സംഭവം തന്നെ ചന്ദനപ്പൊടിയും രക്തചന്ദനപ്പൊടിയും ഇരട്ടി മധുരവും തക്കാളിയും നാരങ്ങാനീരും എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ കറുപ്പ് നിറം മാറിക്കിട്ടാനായിട്ടും ടാൻ മാറാനായിട്ടും കരിമങ്കല്ലിയും ഒക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ്. പക്ഷേ ഇത് ചെയ്യേണ്ട രീതിയുണ്ട്, അതിൽ നമ്മൾ ചെയ്യണം. എന്നിട്ട് അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ആദ്യം ഫസ്റ്റ് ഒരു കാര്യം ചെയ്തിട്ടേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പിഗ്മെൻറ്റേഷനും അത് കൂടിക്കഴിഞ്ഞാലുള്ള കരിമങ്കല്യമായിട്ടും മെലാസ്മ ഒക്കെ വരാതിരിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ പായ്ക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇത് കരിമങ്കല്യം വന്നവർക്കും യൂസ് ചെയ്യാം. ചെറിയ ഷെയ്ഡൊക്കെ ഉള്ളവർ പ്ലേ യൂസ് ചെയ്ത് തുടങ്ങിക്കോ, നല്ലതായിട്ടൊരു മാറ്റം കിട്ടും. കൂടിക്കഴിഞ്ഞൊരു സ്ഥിരമായിട്ട് യൂസ് ചെയ്തോളൂ, നല്ല റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. ആയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് പാലാണ് കേട്ടോ. ഇതുണ്ട് പാല്, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണുള്ള 1 ടേബിൾ സ്പൂൺ പാലെടുത്താൽ മതി. ഈ പാല് നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് പാൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റ് ആകാനായിട്ട് ബ്രൈറ്റനിങ് ആകാനായിട്ട് ഒത്തിരി നല്ലതാണ്. സൺ ടാൻ മാറി കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. പിഗ്മെൻറ്റിന് ഒത്തിരി നല്ലതാണ് പാല്. അപ്പോൾ നമ്മൾ പാല് കൊണ്ടാണ് ആദ്യം ഒന്ന് നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ഒരു കോട്ടണിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് പാല് കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇത് ചെയ്യുന്ന ശേഷമേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ. നന്നായിട്ടൊന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അപ്പോൾ പാല് കൊണ്ട് നന്നായിട്ട് മുഖമെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മുടെ ഒരു പായ്ക്ക് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കാര്യം കൂടെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കുന്നു. കറുത്ത ആൾക്കാരൊക്കെ ഇല്ലേ, മുഖം ഇരുണ്ട ആൾക്കാരൊക്കെ മുഖത്തിൻ്റെ നിറം കൂട്ടാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ. തക്കാളി നീര്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രക്തചന്ദനപ്പൊടി, അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ചന്ദനപ്പൊടി, ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും പാടും കലകളും കരിവാളിപ്പും എല്ലാം മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പം നമുക്ക് ഇത്രയും എടുത്താലും ബാക്കി കുറേ ഉണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 3-4 ദിവസം വരെ നിങ്ങൾക്കിത് സൂക്ഷിക്കാം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കറുത്ത പാടുകളൊക്കെ സ്ഥലത്തൊക്കെ തേച്ച് കഴുത്തിൽ തേക്കാം. എവിടെയാണ് നിങ്ങൾക്ക് പിഗ്മെൻ്റോടുള്ള അല്ലെങ്കിൽ കരിവാളിപ്പുള്ളത് അവിടെ മൊത്തം നിങ്ങൾക്ക് തേക്കാം കേട്ടോ. ബാക്കി മിച്ചമുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പായ്ക്ക് ഡെയിലി ഇടുന്ന ഒരാളാണ്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വേറൊക്കെ പായ്ക്കൾ മാറി മാറി തേക്കത്തുള്ളൂ. ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പായ്ക്കാണ് ഞാൻ എപ്പോഴും ഇത്. ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിക്ക് പകരം നമ്മുടെ മഞ്ചിഷ്ടാപ്പൊടി ആയിരിക്കും. മഞ്ചിഷ്ടാപ്പൊടി ചേർക്കുന്ന സമയത്ത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർക്കത്തില്ല. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർക്കുന്ന സമയത്ത് മഞ്ചിഷ്ടാപ്പൊടി ചേർക്കത്തില്ല. അതിൽ ഒരെണ്ണവേ ചേർക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ മാറി മാറി ചേർക്കും കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് 20 മിനിറ്റ് തന്നെ 20-25 മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 20 മിനിറ്റ് വെച്ചാൽ മതി. ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതിടുമ്പത്തേനും, അത് ഞാൻ പറഞ്ഞു തരാം ഇത് കഴിഞ്ഞതിന് ശേഷം. ഹലോ ചക്കരകളെ, നോക്കിയേ പായ്ക്കെല്ലാം വലിഞ്ഞു ഉണ്ട്. ഇവിടെ എല്ലാം നന്നായിട്ട് ഉണങ്ങി. എൻ്റെ ഇത്രയും എൻ്റെ ഓയിലി സ്കിന്നുണ്ടെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഏരിയ അതുണ്ട്. ഇത്രയും ഭാഗത്താണ്, ഈ മൂക്കിൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്താണ് എൻ്റെ ഓയിലി സ്കിന്ന്. ബാക്കി ഡ്രൈ സ്കിന്നാണ് കണ്ടോ, നിങ്ങളുണ്ടെങ്കിൽ വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ടോ 2 കൈ കൊണ്ടോ ഒക്കെ സ്ക്രബ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് മാറാൻ നല്ലതാണ്. നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്ന മൂലം നമ്മുടെ ഈ ഒരു കരിമങ്കലിയൊക്കെ ഉള്ളിടത്ത് ഇത് ഉരച്ച് കഴുകണം. അപ്പോൾ ഒരു ഡെഡ് സ്കിന്ന് നന്നായിട്ട് പോയി കിട്ടും. അല്ലെങ്കിൽ തുടച്ചെടുക്കാം. ഇത് നമ്മൾ ഇടുന്നതിന് മൂലം നമുക്ക് നല്ല സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് മാറി കിട്ടും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഞാൻ മുഖമെല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. പെട്ടെന്ന് ടാനെല്ലാം നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയും ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ,
നമുക്ക് മസ്റ്റായിട്ട് ഇപ്പം നമ്മൾ പിന്നെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കൂടുതലും രാത്രിയിൽ തേക്കുന്നതാണ് നല്ലത് കേട്ടോ. വൈകിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് വരുന്ന ഡെയിലി ജോലിക്കാരൊക്കെ ആണെങ്കിലും രാത്രിയിൽ ഒരു പായ്ക്കിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഞാനിപ്പം തേക്കുന്ന മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ ഡോട്ട് ആൻഡ് ഗിയുടെ ആയിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഹൈഡ്രാഫുൾ ലൈറ്റ് മോയ്സ്ചറൈസറിങ് ക്രീമാണ് ചേർക്കുന്നത്. ഇതാണ് ആ സംഭവം, ബീട്രൂട്ടിൻ്റെ. ഇത് നമ്മുടെ മാമായത്തിൻ്റെയാണ്. ഇത് നല്ലതാണ്, എനിക്കിഷ്ടപ്പെടും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തേക്കാൻ തുടങ്ങിയ കാര്യം ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മളിത് ഇതേ വളരെ കുറച്ചെത്ര എടുക്കുക. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയോട് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറും കാര്യത്തിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ സൺസ്ക്രീമുണ്ട്, അതിൻ്റെ മോയ്സ്ചറൈസറുണ്ട്, അതിൻ്റെ സിറമുണ്ട്, അതുപോലെ മമാത്തിൻ്റെ സിറമുണ്ട്, പിന്നെ ബീട്രൂട്ടിൻ്റെ മോയ്സ്ചറൈസർ, തെർമറിക്കിൻ്റെ മോയ്സ്ചറൈസർ, തെർമറിക്കിൻ്റെ ഫേസ് പാക്കുകൾ, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഡോട്ട് ആൻഡ് ഗിയുടെ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകാൻ കുറച്ച് താമസം വരുമായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്ത്, അതായത് സ്കിന്നിലോട്ട് നല്ലതായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആയി പോകും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയും. അപ്പം നമുക്ക് മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ മുഖത്ത് തേക്കാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിക്കുക. മൊത്തം നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസർ തേക്കുന്നത് നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് വരാതിരിക്കും. അതുപോലെ നമ്മുടെ ഒരു സൺ പ്രൊട്ടക്ഷൻ നല്ലതാണ്. അതുപോലെ തന്നെ എൻ്റെ കരിവാളിപ്പ് മാറാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ. നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നത്തിൽ ഒരു മോയ്സ്ചറായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് വരാത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നല്ലത്. ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇത് നല്ലതായിട്ട് നമ്മുടെ മുഖത്തോട്ട് നല്ലതായിട്ട് അബ്സോർബ് ആകും. നല്ലൊരു ഗ്ലോ ഒക്കെ തോന്നിക്കും ഇത് ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്നാണ് ചെയ്യേണ്ടത്? മസ്റ്റായിട്ടൊരു സൺസ്ക്രീം യൂസ് ചെയ്യണം. ഡോട്ട് ആൻഡ് ഗിയുടെ സൺസ്ക്രീം നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മാമായർത്തിൻ്റെയാണ്. ഇത് നല്ല സൺസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത്, ഇത് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം. മേടിക്കുന്നത് കുറേ പേരോട് ചോദിക്കുന്നുണ്ട് ഏതാ സൺസ്ക്രീം നല്ലത്, മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ്. പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചേർത്ത് വെക്കാം. അപ്പോൾ സൺസ്ക്രീം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് മുഖത്തേക്ക് നല്ല രീതിയിൽ ഒരു സൺസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒരു കരിമങ്കല്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇടാൻ മറക്കല്ലേ. നിങ്ങൾക്ക് അത് ഒത്തിരി നല്ലതാണ്. നിങ്ങളുടെ ഒരു എന്താ പറയുക, മുഖത്തെ നന്നായിട്ട് കുറഞ്ഞു വരും. അതുപോലെ തന്നെ 30+ കഴിഞ്ഞവരും ഒരു 25 വയസ്സുള്ളവരും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഏജിനനുസരിച്ചുള്ള സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ SPF 30, SPF 40, SPF 50, SPF 50+++ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് സൺസ്ക്രീമുണ്ട്. നമ്മുടെ ഒരു ഏജിനെ കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സൺസ്ക്രീമും കൂടെ തേച്ചിട്ട് നമ്മളെന്താണ് ഇരിക്കുക. സൺസ്ക്രീം മസ്റ്റായിട്ടും രാത്രിയിൽ കിടക്കാൻ നേരത്തും ഈ ഒരു പിഗ്മെൻറ്റേഷനും കരിമങ്കല്യമുള്ളവർ മസ്റ്റായിട്ടും ഈ എന്താ പറയുക, ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടിന് സൺസ്ക്രീം കൂടി ഇട്ട് കിടക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീമാണ്. നല്ലൊരു സോഫ്റ്റായിട്ട് നമ്മുടെ ഫേസൊക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സൺസ്ക്രീമാണ്. ഫസ്റ്റായിട്ട് നിങ്ങൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പം ഇതുപോലെ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇടാൻ മറക്കല്ലേ. നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ വൈകുന്നേരം വരുമ്പോൾ പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യുക മുഖം. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പായ്ക്ക് ഇട്ട് പോവുക. നല്ല രീതിയിൽ കരിമങ്കലുള്ള ആൾക്കാരൊക്കെ ഇത് ഡെയിലി ഇട്ട് പോവുക. നിങ്ങൾക്ക് മങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സും ഇലക്കറികളും ഒക്കെ കഴിക്കുക. ഇറച്ചി മീനും ഒരുപാട് ഓവറായിട്ട് കഴിക്കാതെ ഇലക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് കഴിക്കുക. വാട്ടർമെലനും പോമിഗ്രാനറ്റും ഓറഞ്ചും പിന്നെന്താ പറയുക, ആപ്പിളും ഒക്കെ കഴിക്കുക. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്ന് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയും ആ ഒരു കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങാനും സഹായിക്കും. അപ്പോൾ അതും കൂടെ ഭക്ഷണത്തിലൊക്കെ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തി പോകുക. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിലും അത് കഴിക്കുന്നതിൻ്റെ കൂടെയാണ് നമുക്ക് ഇതുപോലെ നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു പോവുക. അപ്പം നിങ്ങൾക്കിത് വരാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.